എൻ്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമായ എൻജിനീയർ എന്ന കവിതാ സമാഹാരത്തിൽ ഒരു പ്രധാനപ്പെട്ട കവിത അത് എൻജിനീയർ എന്ന പേരിൽ തന്നെയാണ്. ഈ കല്ലിൽ കൊത്തിയെടുക്കുന്ന രൂപത്തെ ഉപമിച്ചുകൊണ്ട് എൻജിനീയറിംഗ് പ്രോസസ്സുകൾ ഒരു 5000-6000 പേജൊക്കെ വരുന്ന എൻജിനീയറിങ്ങിലെ എല്ലാ പ്രോസസ്സുകളെയും പദ്ധതികളൊക്കെ അവതരിപ്പിക്കുമ്പോഴുള്ള പ്രോസസ്സുകളുണ്ടല്ലോ എൻജിനീയറിങ്ങിലെ ടെക്നിക്കലല്ലാതെയും ഒക്കെയുള്ള കർമ്മ രീതികൾ അതിനെ ഒരു 200 വരിയിൽ കവിതയാക്കി ചുരുക്കുകയാണ്. ചെറിയൊരു കവിത. ശരിക്കും അതിൻ്റെ ഒരു 5000-10000 പേജൊക്കെ വരും. അതിൻ്റെ പുസ്തകങ്ങളുടെ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വരും. പക്ഷേ അതെങ്ങനെയാണ് കവിതയായി മാറുമ്പോൾ എന്നൊന്ന് ശ്രദ്ധിക്കണം. കൽപ്പിത രൂപമറിയണം, കല്ലിനു കൽപ്പിത രൂപം വരയ്ക്കണം, രൂഢരൂപത്തിൽ രൂപപ്പെടുത്തണം, രൂപലാവണ്യം രൂപീകരിക്കണം, എറിയുന്ന ദൂരമറിയണം, വേഗമറിയണം, കല്ലിൻ നീളമറിയണം, വണ്ണമറിയണം, വളവുകൾ ഒടിവുകൾ ചതവുകൾ കല്ലിൽ കൊത്തിയെടുക്കണം, കൽപ്പിത രൂപം വരയ്ക്കുവാൻ അറിയണം, കല്ലിനു കൽപ്പിത രൂപം വരയ്ക്കണം, എറിയുവാൻ അറിയണം, കല്ലിനെ എറിയുന്ന കല്ലിൻ്റെ ആവശ്യമറിയണം, എറിയുവാൻ അറിയണം, കല്ലിൻ്റെ നാമവും വർണ്ണവിന്യാസവും ശക്തിവിന്യാസവും ഉറവിട ചരിത്രവും, കല്ലിനെ പഠിക്കുവാൻ ഉരയ്ക്കണം, കൊത്തണം, ചെത്തണം, നാമമറിയുവാൻ രീതി അറിയുവാൻ, മാറ്റുനോക്കുവാൻ കല്ലുകൾ മാറ്റി വയ്ക്കണം, മാറ്റി നോക്കണം, ഒത്തു നോക്കണം, കല്ല് കല്ലായി തിരിച്ചറിഞ്ഞിടണം, കല്ലിൽ ഇടിച്ചു നോക്കണം, പൊടിച്ചു നോക്കണം, തൂക്കി നോക്കണം, അളന്നു നോക്കണം, തൂക്കി നോക്കിയ കല്ലെടുത്ത് കല്ലെറിയാൻ, കല്ലിൻ വിലയറിയാൻ, മൂല്യമറിയാൻ, കല്ലിനെ അറിയണം, വിലയിടാൻ വില നിയന്ത്രിക്കാൻ കല്ലിൻ നാഥനെ അറിയണം, എറിയുന്ന ധീരനെ അറിയണം, കൊള്ളുന്ന മന്നനെ അറിയണം, തള്ളുന്ന മന്നനെ അറിയണം, കല്ലുകൾ നിരത്തണം, തരം തിരിക്കണം, ഗുണം തിരിക്കണം, എറിയുവാൻ വരി വരിയായി ഒതുക്കണം, എറിയുവാൻ പുതിയ കല്ലുകൾ കണ്ടെത്തണം, പുതുകല്ലുകൾ മിനുങ്ങുമ്പോൾ എറിയുവാൻ പുതുക്കല്ലിൻ ഗുണമറിയണം, പഴങ്കല്ലുമായി ഒത്തു നോക്കണം, ബലം കുറഞ്ഞ കല്ലിൻ കഥ എഴുതി മാറ്റിവെക്കണം, ചരിത്രമാകണം, കഥ കഴിക്കണം, പുതുകല്ലുകൾ നിരത്തണം, കല്ലു ശേഖരിക്കാൻ അറ പണിയണം, അറയുടെ ആകാരമറിയണം, ആവശ്യക്കല്ലുകൾ നീക്കി വെക്കണം, കല്ലിനത്യാവശ്യം തിരിച്ചറിയണം, അടിയന്തരം തിരിച്ചറിയണം, മരണമെത്തും മുമ്പേ. ഈ കല്ലിൻ അറകൾ ശവക്കല്ലറയല്ല, സദാ തുറന്നിരിക്കണം, സദാ നേരമറിയണം, എറിയുവാൻ ഇവിടെയും ലഭിക്കണം, ഭൂമിക്ക് തിരിഞ്ഞു കറങ്ങുമ്പോഴും ഉറങ്ങുമ്പോഴും എറിയണം, കല്ലിനു ദേശമുണ്ടെങ്കിലും ദേശമില്ല സ്വദേശ വിദേശ കല്ലുകൾ ഒരു തുടർച്ചയാണ്, തുടരേണ്ടതാണ്, സൂക്ഷിക്കണം, ഇന്നേക്കും നാളേക്കും എന്നേക്കും ഭദ്രത ഉറപ്പുവരുത്തും കല്ലുകൾ ഭദ്രമായി സൂക്ഷിക്കണം, സുരക്ഷയ്ക്കായി നിർമ്മിക്കണം കല്ലുകൾ, കല്ലിൻ മുനകൾ സുരക്ഷാ കവചങ്ങൾ, കാലം മാറുമ്പോൾ കല്ലിൻ മാറ്റമറിയണം, വളർച്ചയറിയണം, തളർച്ചയറിയണം, ഉരച്ച കല്ലുകൾ വീണ്ടും ഉരച്ചു നോക്കി തെറ്റുകൾ തിരുത്തണം, മാറ്റം ഭംഗിയാക്കണം, തിരുത്താനാവാത്ത കല്ലുകൾ മാറ്റി പുതുകല്ലുകൾ ഉരച്ചു നോക്കി അറയിൽ നിറയ്ക്കണം, പുതുമാറ്റങ്ങൾ രൂപീകരിക്കുവാൻ രൂപാന്തരതന്ത്രങ്ങൾ ആന്തരമായൊരു കൗശലമാകണം, മുതൽ കൂട്ടായി കണ്ടുകൊണ്ട് കല്ലിനെ പേരിട്ടു വിളിക്കണം, തരം തിരിക്കണം, സൂക്ഷിക്കണം, ചെങ്കല്ലുകൾ, പാറക്കല്ലുകൾ, മാർബിളുകൾ, ഗ്രാനൈറ്റുകൾ, ഡയമണ്ടുകൾ, എമറാൾഡുകൾ, റൂബിക്കല്ലുകൾ എന്നിങ്ങനെ അറിഞ്ഞു പേരിടേണം, അറയിൽ സൂക്ഷിക്കണം, അറയിൽ സൂക്ഷിക്കണം, അറിയണം ആരുടെ കല്ലുകൾ, എവിടത്തെ കല്ലുകൾ, എപ്പോൾ മുളച്ചവർ, എങ്ങനെയെന്നറിയണം, എന്തിനെന്നറിയണം, കല്ലിൻ്റെ ചരിത്രം പഠിക്കണം, കല്ലിൻ്റെ പല്ലുകൾ പഠിക്കണം, ഏറുകൊള്ളുന്ന മന്നൻ പഠിക്കണം, കല്ലിൻ ഗുണഗണങ്ങൾ പഠിക്കണം,
കല്ലേറുകൊള്ളുന്ന മനിതനും പഠിക്കണം കല്ലെറിയാനും കല്ലിൻ ഗുണമറിയാനും. എറിയുവാൻ നിരത്തണം നിരയിൽ നിരനിരയായി, ഒരു കല്ലു പതുക്കെ എറിയണം, ചിലപ്പോൾ ഒറ്റയ്ക്കെറിയണം, ഓരോന്നായി എറിയണം, ചില നേരങ്ങളിൽ ഒരുമിച്ചെറിയണം. കല്ലിൻ കൂടുകൾ മാറ്റി നോക്കണം, ചൂടിൻ്റെ കാഠിന്യം കൂട്ടി നോക്കണം, കൂടിൻ്റെ ചട്ടകൾ മാറ്റി നോക്കണം, സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റി നോക്കണം. കല്ലിൻ്റെ ശക്തി അളക്കണം, കല്ലു കല്ലായി മാറണം, കല്ലിൻ്റെ ശക്തി മൂല്യമായി മാറണം, കല്ലിൻ്റെ ശക്തി മൂല്യമായി മാറണം. കല്ലിൽ വീഴുന്ന തുളകൾ അടയ്ക്കുവാൻ പുല്ലിനു കഴിയില്ലെന്നറിയണം, കല്ലിലെ ചെളി മായ്ക്കണം, പുല്ലുപോലെ പുല്ലിൻ്റെ പണി പുല്ല് ചെയ്യണം. കല്ലിനു കാലം പണിയായിടും തേയ്മാനം, കല്ലിനു വിനയായിടും ചെറുപ്രശ്നങ്ങൾ നേരിടാൻ സജ്ജമാക്കാം. എണ്ണയിൽ കല്ലിനെ മിനുസമാക്കാം, എണ്ണമയത്തിൽ തെന്നി നീങ്ങാം, കല്ലിൻ്റെ കാലം കഴിയും വരെ. അതിരൂക്ഷ പ്രശ്നങ്ങൾ നേരിടുവാൻ ചോദ്യങ്ങൾ ഓരോന്നായി ചോദിച്ചിടാം. എന്തുകൊണ്ട് പിന്നെയും ഓരോന്ന് ചികഞ്ഞിടുവാൻ. മീനിൻ്റെ മുള്ളിലും അന്വേഷിക്കാം, മീൻമുള്ള് കലയായി മാറ്റിക്കൊണ്ട് പ്രശ്നങ്ങൾ ഓരോന്നും തീർപ്പാക്കിടാം. കല്ലിൻ്റെ പല്ലിന് അളവ് വേണം, അളക്കുവാൻ അളവിൻ്റെ കോലു വേണം, കല്ലിൻ്റെ ഗുണവേഗ മൂല്യങ്ങൾ ഓരോന്നും വർഷത്തിൽ മുറിയാതെ അളന്നിടേണം. കല്ലുകൾ ഒരു തുടർച്ചയാണ്, തുടരേണ്ടതാണ്, സൂക്ഷിക്കണം ഇന്നേക്കും നാളേക്കും എന്നേക്കും.